ഹായ് ഓൾ, വെൽക്കം ടു StudyWinPSC. 2025 ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. ഓക്കെ, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടി ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടി ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പായി റഫാൽ സുഖോയി യുദ്ധവിമാനങ്ങളുമായി നടത്തിയ വ്യോമ അഭ്യാസം ആക്രമൺ അഭ്യാസം. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പായി റഫാൽ സുഖോയി വിമാനങ്ങളുമായി നടത്തിയ വ്യോമ അഭ്യാസം ആക്രമൺ അഭ്യാസം. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ്? പ്രബോവോ സുബിയാന്തോ. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ്? പ്രബോവോ സുബിയാന്തോ. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് സിന്ദൂർ പൂരം. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് സിന്ദൂർ പൂരം. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരു. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരു. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡം. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡം. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മൻഗഡ് ഗ്രാമം, സത്താറ ജില്ല, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മൻഗഡ് ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഹാബലേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഹാബലേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം ഇൻഡോർ. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനം ഭാർഗവ അസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനം ഭാർഗവാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗറ്റ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈല് നാഗ് മാർക്ക് 2. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗറ്റ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈല് നാഗ് മാർക്ക് 2. ഇന്ത്യയുടെ ആദ്യ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് MALE കോമ്പാക്ട് ഡ്രോൺ കാലഭൈരവ്. ഇന്ത്യയുടെ ആദ്യ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ്
MALE കോമ്പാക്റ്റ് ഡ്രോണ് കാലഭൈരവ്. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിൻ്റെ മുന്നേറ്റം തടയുന്നതിന് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച് പൊക്രാനിൽ പരീക്ഷിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിൻ്റെ മുന്നേറ്റം തടയുന്നതിന് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച് പൊക്രാനിൽ പരീക്ഷിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര. വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ ഗാന്ധീവ. വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ ഗാന്ധീവ. AI സംവിധാനം ഒരുക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ INS സൂറത്ത്. AI സംവിധാനം ഒരുക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ INS സൂറത്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ പ്രചണ്ഡ് നിർമ്മിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ പ്രചണ്ഡ് നിർമ്മിച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. ലേസർ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. ലേസർ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. വ്യോംമിത്ര ടോക്കിംഗ് ഹ്യൂമൻ റോബോട്ട് ടു ബി സെൻഡ് ഓൺ ഗഗൻയാൻ. വ്യോംമിത്ര ടോക്കിംഗ് ഹ്യൂമൻ റോബോട്ട് ടു ബി സെൻഡ് ഓൺ ഗഗൻയാൻ. ഗഗൻയാൻ യാത്ര നടക്കുന്ന പേടകത്തിലെ വിവിധ സൗകര്യങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനായി അയക്കുന്നു ISROയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് വ്യോംമിത്ര. ഗഗൻയാൻ യാത്ര നടക്കുന്ന പേടകത്തിലെ വിവിധ സൗകര്യങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനായി അയക്കുന്നു ISROയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് വ്യോംമിത്ര. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യം സ്പേഡെക്സ്. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യം സ്പേഡെക്സ്. ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്ത. ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്ത. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്തുള്ള ഗ്രാമം തുൾസി. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്തുള്ള ഗ്രാമം തുൾസി. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വിജയ് ദുർഗ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? വിജയ് ദുർഗ്. മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ധാരാശിവ്. മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ധാരാശിവ്. മഹാരാഷ്ട്രയിലെ സ്ലാങ്കി ജില്ലയിലുള്ള ഇസ്ലാംപൂർ എന്ന സ്ഥലത്തിന്റെ പുതിയ പേര് ഈശ്വർപൂർ. മഹാരാഷ്ട്രയിലെ സ്ലാങ്കി ജില്ലയിലുള്ള ഇസ്ലാംപൂർ എന്ന സ്ഥലത്തിന്റെ പുതിയ പേര് ഈശ്വർപൂർ. അസമിലെ ജാഗിറോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. അസമിലെ ജാഗിറോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജൂൺ 21 രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജൂൺ 21 രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ബാദ്ഷാഹിബാഗ് നഗരത്തിൻ്റെ പുതിയ പേര് ബ്രഹ്മപുരം. ബാദ്ഷാഹിബാഗ് നഗരത്തിൻ്റെ പുതിയ പേര് ബ്രഹ്മപുരം. ബീഹാറിലെ ഗയ നഗരം ഇനി മുതൽ ഔദ്യോഗികമായി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗയജി. ബീഹാറിലെ ഗയ നഗരം ഇനി
മുതൽ ഔദ്യോഗികമായി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗയാജി. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം സുവർണ ഭാരത് പൈതൃകവും വികസനവും. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം സുവർണ ഭാരത് പൈതൃകവും വികസനവും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ട ജിഞ്ചിക്കോട്ട. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ട ജിഞ്ചിക്കോട്ട. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് VBG റാംജി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് VBG റാംജി. അപ്പം അതിൻ്റെ ഫുൾ ഫോം എന്താണ്? വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അജയ് കുമാർ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അജയ് കുമാർ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത്. 52ാമത്തേത് ജസ്റ്റിസ് BR ഗവായി. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് BR ഗവായി. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ജ്ഞാനേഷ് കുമാർ. ഗോത്ര ഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്റർ ആദിവാണി. ഗോത്ര ഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്റർ ആദിവാണി. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത അംഗൻവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാത്താനം ഗ്രാമം നാഗ്പൂർ മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാത്താന ഗ്രാമം നാഗ്പൂർ മഹാരാഷ്ട്ര. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാറങ്കൽ ശാഖയിൽ. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാറങ്കൽ ശാഖയിൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി PR രമേശ്. 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായി നിയമിതരായത് പൂനം ഗുപ്ത, ശിശിർ ചന്ദ്ര മുർമു. 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായി നിയമിതരായത് പൂനം ഗുപ്ത, ശിരീഷ് ചന്ദ്ര മുർമു. 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ തലവൻ ആരാണ്? പരാഗ് ജെയിൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ തലവൻ ആരാണ്? പരാഗ് ജെയിൻ. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി.
ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ശക്തികാന്ത ദാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ശക്തികാന്ത ദാസ്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ES പത്മകുമാർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ES പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ A രാജരാജൻ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ A രാജരാജൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഥി മർലേന എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിത രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഥി മർലേന എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിത രേഖ ഗുപ്ത. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരം ദീപിക പദുക്കോൺ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരം ദീപിക പദുക്കോൺ. മാലദ്വീപിന്റെ ആഗോള ടൂറിസം അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ചലച്ചിത്ര താരം കത്രീന കൈഫ്. മാലദ്വീപിന്റെ ആഗോള ടൂറിസം അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ചലച്ചിത്ര താരം കത്രീന കൈഫ്. ശ്രീലങ്കയിൽ ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു. ശ്രീലങ്കയിലെ ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിലെയും ഇസ്രയേലിലെയും സംഘർഷ മേഖലകളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഓപ്പറേഷൻ സിന്ധു. ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിലെയും ഇസ്രയേലിലെയും സംഘർഷ മേഖലകളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഓപ്പറേഷൻ സിന്ധു. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാൻ ഒരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവല്ലി സഫാരി പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാൻ ഒരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവല്ലി സഫാരി പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാം, ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാം, ഹരിയാന. മിതാൽ, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം? ഹരിയാന, ഭിവാൻ ജില്ല. മിതാലി, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം? ഹരിയാന. 2025 മാർച്ചിൽ മ്യാൻമറിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാ പ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. 2025 മ്യാൻമറിൽ ഉണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജ രവിവർമ്മ വരച്ച ചിത്രം ഋദ്ധി സിദ്ധി ഗണപതി. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജ രവിവർമ്മ വരച്ച ചിത്രം ഋദ്ധി സിദ്ധി ഗണപതി. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 2.6 കോടിക്ക് വിറ്റ രാജ രവിവർമ്മ വരച്ച ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രം മഹബൂബ് അലി ഖാൻ അസഫ് ജാ ആറാമൻ. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 2.6 കോടിക്ക് വിറ്റ രാജ രവിവർമ്മ വരച്ച ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രം മഹബൂബ് അലി ഖാൻ അസഫ് ജാ ആറാമൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത
ഹിൽ സ്റ്റേഷനായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ് സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ് സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തവാങ്, അരുണാചൽ പ്രദേശ്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തവാങ്, അരുണാചൽ പ്രദേശ്. (2025) അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാത്മീക് താപ്പർ. 2025 അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാത്മീക് താപ്പർ. 2025 അന്തരിച്ച 1 കോടിയിലധികം മരങ്ങൾ നട്ടുവളർത്തിയ പരിസ്ഥിതി പ്രവർത്തകനും തെലങ്കാനയുടെ വൃക്ഷമനുഷ്യനുമായ വ്യക്തി ദാരിപ്പള്ളി രാമയ്യ. 2025 അന്തരിച്ച 1 കോടിയിലധികം മരങ്ങൾ നട്ടുവളർത്തിയ പരിസ്ഥിതി പ്രവർത്തകനും തെലങ്കാനയുടെ വൃക്ഷമനുഷ്യനുമായ വ്യക്തി ദാരിപ്പള്ളി രാമയ്യ. 2025 നവംബർ 14 അന്തരിച്ച വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക സാലുമരദ തിമ്മക്ക. ബംഗളൂരു സൗത്ത് ജില്ലയിലെ ഹുലിക്കലിലും കുഡൂരിലും ഇടയിലുള്ള 4.5 കിലോമീറ്റർ ദൂരത്തിൽ 385 ആൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചു. 2025 നവംബർ 14 അന്തരിച്ച വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക സാലുമരദ തിമ്മക്ക. ബംഗളൂരു സൗത്ത് ജില്ലയിലെ കുക്കിലിലും കുഡൂരിലും ഇടയിലുള്ള 4.5 കിലോമീറ്റർ ദൂരത്തിൽ 385 ആൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചു. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ വസുധ ചക്രവർത്തി. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ വസുധ ചക്രവർത്തി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഒഡീസി നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മായാധർ റൌട്ട്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഒഡീസി നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മായാധർ റൌട്ട്. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകി കുമുദിനി ലാഖിയ. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകി കുമുദിനി ലാഖിയ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചാവ്ല. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചാവ്ല. 2025 മെയ്യിൽ അന്തരിച്ച നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൻ്റെ NCSMൻ്റെ സ്ഥാപക ഡയറക്ടർ ജനറലും ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവെന്നും അറിയപ്പെടുന്ന വ്യക്തി സരോജ് ഘോഷ്. 2025 മെയ്യിൽ അന്തരിച്ച നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൻ്റെ NCSMൻ്റെ സ്ഥാപക ഡയറക്ടർ ജനറലും ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നതുമായ വ്യക്തി സരോജ് ഘോഷ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ. 2025 മെയ് 11 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ലക്നൗ, ഉത്തർപ്രദേശ്. 2025 മെയ് 11 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ലക്നൗ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഗ്മെൻറ്റഡ് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ഉന്നാവോ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഗ്മെൻറ്റഡ് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ഉന്നാവോ, ഉത്തർപ്രദേശ്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട സൽഖാൻ ഫോസിൽസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട സൽഖാൻ ഫോസിൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 2025 മെയ് 20 അന്തരിച്ച ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ MR ശ്രീനിവാസൻ. 2025 മെയ് 20 അന്തരിച്ച ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന
ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ MR ശ്രീനിവാസൻ. 2025 മെയ് 20 അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. 2025 മെയ് 20 അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. സ്കൂബ ഡൈവിംഗിനിടെ അപകടത്തിൽ മരിച്ച ഇന്ത്യൻ ഗായകൻ സുബിൻ ഗാർഗ്. സ്കൂബ ഡൈവിംഗിനിടെ അപകടത്തിൽ മരിച്ച ഇന്ത്യൻ ഗായകൻ സുബിൻ ഗാർഗ്. 2025 യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് ഇന്റർനാഷണൽ രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ. ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് ഇന്റർനാഷണൽ രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ. ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ വാസസ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഗുജറാത്തിലെ പ്രദേശം കച്ച്. ലഖ്പർ ഗ്രാമത്തിന് സമീപം. 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ വാസസ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഗുജറാത്തിലെ പ്രദേശം കച്ച്. 2025 ഉദ്ഘാടനം ചെയ്ത വന്താര വന്യജീവി സങ്കേത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2025 ഉദ്ഘാടനം ചെയ്ത വന്താര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2025 ജൂലൈ 5 തറക്കല്ലിട്ട ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ആനന്ദ്. 2025 ജൂലൈ 5 തറക്കല്ലിട്ട ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി TSU സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വരുന്ന പുതിയ ജില്ല വാവ് തരാട്. 34ാമത്തെ ജില്ല. ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വരുന്ന പുതിയ ജില്ല വാവ് തരാട്. ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുരുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്തിലെ കച്ചിൽ. സംസ്ഥാനം ഗുജറാത്ത്. ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. ജാംനഗറിലെ മറൈൻ നാഷണൽ പാർക്കിൽ. ഇന്ത്യയിലെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1-ാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനി. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 1-ാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനി. ഫോബ്സ് 2025 അതിസമ്പന്നരായ 100 ഇന്ത്യക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനി. ഫോബ്സ് 2025 അതിസമ്പന്നരായ 100 ഇന്ത്യക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനി. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1-ാമതെത്തിയ സംസ്ഥാനം ഒഡീഷ. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1-ാമതെത്തിയ സംസ്ഥാനം ഒഡീഷ. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം ഗോൾഡൻ ട്രോഫി നേടിയ വിമാനത്താവളം മോപ്പ വിമാനത്താവളം മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം ഗോൾഡൻ ട്രോഫി നേടിയ വിമാനത്താവളം മോപ്പ വിമാനത്താവളം മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം. ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പരൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 96. 1-ാമത് ഡെൻമാർക്ക്. ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പരൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 96. 1-ാമത് ഡെൻമാർക്ക്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2025 ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. 1-ാമത് ഐസ്ലൻഡ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2025 ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. 1-ാമത് ഐസ്ലൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ആദി സംസ്കൃതി ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ആദി സംസ്കൃതി ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി ലഡാക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി ലഡാക്ക്. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7
കാർഷിക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. പരമ്പരാഗത സംഗീത ഉപകരണങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്നതിന് ഭൗമസൂചിക പദവി ലഭിച്ച മിറാജ് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പരമ്പരാഗത സംഗീത ഉപകരണങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്നതിന് ഭൗമസൂചിക പദവി ലഭിച്ച മിറാജ് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെ? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെ? മഹാരാഷ്ട്ര. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? പൂനെ. കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. ഗില്ലൻ ബാരി സിൻഡ്രോം GBS ബാധിച്ച് ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? പൂനെയിൽ. കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. ഹാരപ്പൻ മൊഹൻജാദാരോ നാഗരികതയുടെ കണ്ടെത്തലിൽ നിർണായക പങ്കുവഹിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാട്. ഹാരപ്പൻ മൊഹൻജാദാരോ നാഗരികതയുടെ കണ്ടെത്തലിൽ നിർണായക പങ്കുവഹിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആട്ടക്കടി, തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആട്ടക്കടി, തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റ് ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടി ജില്ല, രാമനാഥപുരം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റ് ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടി ജില്ല, രാമനാഥപുരം. സ്വച്ഛ് സർവേക്ഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിഹീനമായ നഗരം മഥുര, തമിഴ്നാട്. സ്വച്ഛ് സർവേക്ഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിഹീനമായ നഗരം മഥുര, തമിഴ്നാട്. സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ഗാസിയാബാദ്. സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ഗാസിയാബാദ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര. 2025 ഗ്രീസിലെ ആൻഡ്രാവിഡ എയർബേസിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം ഇനിയോസ്കോസ് 25. 2025 ഗ്രീസിലെ ആൻഡ്രാവിഡ എയർബേസിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം ഇനിയോസ്കോസ് 25. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ അഭ്യാസ പ്രകടനമായ എയ്റോ ഇന്ത്യ 2025 വേദിയായത് യലഹങ്ക വ്യോമസേനാ സ്റ്റേഷൻ, ബംഗളൂരു. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രകടനമായ എയ്റോ ഇന്ത്യ 2025 വേദിയായത് യലഹങ്ക വ്യോമാഭ്യാസ സ്റ്റേഷൻ, ബംഗളൂരു. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ പങ്കെടുത്ത ബൃഹത്തായ ബഹുമുഖ അഭ്യാസമായ എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഈജിപ്ത്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ പങ്കെടുത്ത ബൃഹത്തായ ബഹുമുഖ അഭ്യാസമായ എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഈജിപ്ത്. 2025 ഫെബ്രുവരിയിൽ ജപ്പാനിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ധർമ്മ ഗാർഡിയൻ. 2025 ഫെബ്രുവരിയിൽ ജപ്പാനിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ധർമ്മ ഗാർഡിയൻ. 2025 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് എക്യൂവറിൻ. ദ്വിവേഹി ഭാഷയിലെ അർത്ഥം സുഹൃത്തുക്കൾ. 2025 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് എക്യൂവറിൻ. ദ്വിവേഹി ഭാഷയിലെ അർത്ഥം സുഹൃത്തുക്കൾ. 2025 മാർച്ചിൽ അറബിക്കടലിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസത്തിൻ്റെ പേര് വരുണ. 2025 മാർച്ചിൽ അറബിക്കടലിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും
സംയുക്തമായി നടത്തിയ നാവികാഭ്യാസത്തിൻ്റെ പേര് വരുണ. ഇന്ത്യയും മംഗോളിയയും തമ്മിൽ ഉള്ള സംയുക്ത സൈനികാഭ്യാസം നോമാഡിക് എലിഫൻ്റ് 2025. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം നോമാഡിക് എലിഫൻ്റ് 2025. ഇന്ത്യൻ നാവികസേനയും ബംഗ്ലാദേശ് നാവികസേനയും ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ സംയുക്ത നാവികാഭ്യാസം ബോങ്കോ സാഗർ. ഇന്ത്യൻ നാവികസേനയും ബംഗ്ലാദേശ് നാവികസേനയും ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ സംയുക്ത നാവികാഭ്യാസം ബോങ്കോ സാഗർ. 2025 രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസം സൈക്ലോൺ 2025 രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസം സൈക്ലോൺ. ഇന്ത്യൻ വ്യോമസേന IAF ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും US വ്യോമസേന USAF സ്പെഷ്യൽ ഫോഴ്സും തമ്മിൽ ഉള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസം ടൈഗർ ക്ലോ. ഇന്ത്യൻ വ്യോമസേന IAF ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും US വ്യോമസേന USAF സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സൈനികാഭ്യാസം ടൈഗർ ക്ലോ. ഇന്ത്യയുടെയും കിർഗിസ്ഥാൻ്റെയും സംയുക്ത സൈനികാഭ്യാസം ഖൻജാൻ. ഇന്ത്യയുടെയും കിർഗിസ്ഥാൻ്റെയും സംയുക്ത സൈനികാഭ്യാസം ഖൻജാൻ. 2025 നടന്ന ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സൈനികാഭ്യാസം ബോൾഡ് കുരുക്ഷേത്ര 2025. 2025 നടന്ന ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സൈനികാഭ്യാസം ബോൾഡ് കുരുക്ഷേത്ര 2025. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദിവ്യദൃഷ്ടി എക്സൈസ് 2025 നടന്നത് എവിടെയാണ്? സിക്കിം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദിവ്യദൃഷ്ടി എക്സൈസ് 2025 നടന്നത് എവിടെയാണ്? സിക്കിം. സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളകിനം ഡാലെ മുളക്. സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളകിനം ഡാലെ മുളക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൻ സിക്കിം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൻ സിക്കിം. സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ റാങ്പോ റെയിൽവേ സ്റ്റേഷൻ. സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ റാങ്പോ റെയിൽവേ സ്റ്റേഷൻ. 2025 മെയ് മാസത്തിൽ സുവർണ ജൂബിലി ആഘോഷിച്ച സംസ്ഥാനം സിക്കിം. 2025 മെയ് മാസത്തിൽ സുവർണ ജൂബിലി ആഘോഷിച്ച സംസ്ഥാനം സിക്കിം. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം. 2025-26 ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി അജന്ത നിയോഗ്. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം അസം. ബഹിരാകാശ മന്ത്രാലയത്തിനു കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ച് അസം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹത്തിൻ്റെ പേര് അസം സാറ്റ്. ബഹിരാകാശ മന്ത്രാലയത്തിനു കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ച് അസം നിർമ്മിക്കാൻ പോകുന്ന ഉപഗ്രഹത്തിൻ്റെ പേര് അസം സാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം അസം. ഇന്ത്യയിൽ ആദ്യമായി കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം അസം. 2025 100ാം ജന്മവാർഷികം ആചരിച്ച ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ രാജാരാമണ്ണ. ആത്മകഥ ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് ആൻഡ് ഓട്ടോബയോഗ്രഫി. 2025 100ാം ജന്മവാർഷികം ആഘോഷിച്ച ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ രാജാരാമണ്ണ. ആത്മകഥ ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് ആൻഡ് ഓട്ടോബയോഗ്രഫി. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ. 8 കേന്ദ്ര ബജറ്റുകൾ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ. 8 കേന്ദ്ര ബജറ്റുകൾ. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഋതിക ടിർക്കി. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഋതിക ടിർക്കി. ടൈം മാഗസിൻ്റെ 2025 വിമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ. ടൈം മാഗസിൻ്റെ 2025 വിമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ. മുതിർന്ന പൗരന്മാരെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ തേജസ്വി
മനോജ്. മുതിർന്ന പൗരന്മാരെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ടൈം മാഗസിൻ്റെ കിഡ് ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ തേജസ്വി മനോജ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ യുദ്ധ വിമാന പൈലറ്റ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് സബ് ലഫ്റ്റനന്റ് ആസ്ഥ പൂനിയ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് സബ് ലഫ്റ്റനന്റ് ആസ്ഥ പൂനിയ. ഓസ്ട്രേലിയയുടെ കമാൻഡ് സേജിയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി സാറ ടെണ്ടുൽക്കർ. ഓസ്ട്രേലിയയുടെ കമാൻഡ് സേജിയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി സാറ ടെണ്ടുൽക്കർ. വ്യോമസേനയുടെ ആധുനിക റാഫേൽ വിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. വ്യോമസേനയുടെ ആധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോസിൻ ആങ്മോ. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോസിൻ ആങ്മോ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി കാമി റിത. നേപ്പാള് 31 തവണ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി കാമി റിത. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ഡോക്ടർ അഞ്ജു രതി റാണ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ഡോക്ടർ അഞ്ജു രതി റാണ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി അമിത് ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി അമിത് ഷാ. ബൈരാബി സെറാങ് റെയിൽവേ ലൈൻ പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? മിസോറാം. ബൈരാബി സെറാങ് റെയിൽവേ ലൈൻ പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? മിസോറാം. ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം മിസോറാം. ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം മിസോറാം. ഉല്ലാസ് അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം മിസോറാം. 2 ഗോവ, 3 ത്രിപുര. ഉല്ലാസ് ഫുൾ ഫോം അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം മിസോറാം. 2ാം സ്ഥാനം ഗോവ, 3ാം സ്ഥാനം ത്രിപുര. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ചെനാബ് പാലം, 359 മീറ്റർ ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ചെനാബ് പാലം. 2025 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലം രാമേശ്വരം. 2025 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലം രാമേശ്വരത്താണ്. 2025 അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി. 2025 അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല, ലക്നൗ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി 2025 ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ 2ാമത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഭാഗമായുള്ള ദൗത്യസംഘത്തിൽ ഉൾപ്പെട്ടവർ ശുഭാംശു ശുക്ല പൈലറ്റ്, പെഗ്ഗി വിറ്റ്സൺ കമാൻഡർ, സ്ലാവോസ് ഉസ്നാവിസ്ക്യോവ്സ്കി മിഷൻ സ്പെഷ്യലിസ്റ്റ്, ടീബോർ കാപ്പു മിഷൻ സ്പെഷ്യലിസ്റ്റ്. ആക്സിയൻ 4 ദൗത്യത്തിൻ്റെ ഭാഗമായി 2025 ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ 2ാമത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഭാഗമായുള്ള ദൗത്യസംഘത്തിൽ ഉൾപ്പെട്ടവർ ശുഭാംശു ശുക്ല, പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോസ് ഉസ്നാവിസ്ക്യോവ്സ്കി, ടീബോർ കാപ്പു. ഓക്കെ. ഭൂമിയെ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത് അത് മുഴുവൻ ഒന്നായി കാണപ്പെടുന്നു എന്നാണ്. ഒരതിർത്തിയും കാണാനായില്ല, ഒരതിർത്തിയുമില്ല, ഒരു സംസ്ഥാനവുമില്ല, ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത്. നാം എല്ലാം മനുഷ്യകുലത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഭൂമി, നമ്മുടെ വീടും നാം എല്ലാം അതിലുണ്ട്. ഇതാരുടെ വാക്കുകളാണ്? ശുഭാംശു ശുക്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നടത്തിയ സംഭാഷണത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഭൂമിയെ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത്
അത് മുഴുവൻ ഒന്നായി കാണപ്പെടുന്നു എന്നാണ്. ഒരതിർത്തിയും കാണാനില്ല, ഒരു അതിർത്തിയുമില്ല, ഒരു സംസ്ഥാനവുമില്ല, ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത്. നാം എല്ലാം മനുഷ്യകുലത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഭൂമി, നമ്മുടെ വീടും നാം എല്ലാം അതിലുണ്ട്. ഇതാരുടെ വാക്കുകളാണ്? ശുഭാംശു ശുക്ല. ബഹിരാകാശത്ത് നിന്ന് കണ്ട ഭൂമിയെക്കുറിച്ച് ആര് പറഞ്ഞ വാക്കുകളാണ്? NCERT പരിസ്ഥിതി പഠന പുസ്തകത്തിലെ ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ശുഭാംശു ശുക്ല. ബഹിരാകാശത്ത് നിന്ന് കണ്ട ഭൂമിയെക്കുറിച്ച് ആര് പറഞ്ഞ വാക്കുകളാണ്? NCERT പരിസ്ഥിതി പഠന പുസ്തകത്തിലെ ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ശുഭാംശു ശുക്ല. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ വികസിത ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ? ശുഭാംശു ശുക്ല. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വികസിത ഭാരത് ബിൽഡോത്തറിൻ്റെ ബ്രാൻഡ് അംബാസിഡർ? ശുഭാംശു ശുക്ല. വിശാഖപട്ടണത്തിനടുത്ത് ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾക്കായി വികസിപ്പിക്കുന്ന ഒരു നാവിക താവളമാണ് പ്രോജക്റ്റ് വർഷ. വിശാഖപട്ടണത്തിനടുത്ത് ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾക്കായി വികസിപ്പിക്കുന്ന ഒരു നാവിക താവളമാണ് പ്രോജക്റ്റ് വർഷ. 2025 ജനുവരിയിൽ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. 2025 ജനുവരിയിൽ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. സംസ്ഥാന വ്യാപകമായി വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന സ്ത്രീശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. സംസ്ഥാന വ്യാപകമായി വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന സ്ത്രീശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം നിലവിൽ വന്നത്? ബാബുജി വനം, തെലങ്കാന. ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം നിലവിൽ വന്നത്? ബാബുജി വനം, തെലങ്കാന. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം? തെലങ്കാന. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം? തെലങ്കാന. പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? തെലങ്കാന. പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? തെലങ്കാന. ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാന. ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാന. 2025 ജനുവരി 29 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം NVS-02 വിക്ഷേപണ വാഹനം GSLV F-15. 2025 ജനുവരി 29 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം NVS-02 വിക്ഷേപണ വാഹനം GSLV F-15. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസായ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബംഗളൂരു. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസായ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമൻ മെറ്റാപ്ലൂനോവൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് HMPV റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബംഗളൂരു. കന്യാകുമാരിയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച അരളിപ്പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നമായ പൂമാല? തോവാള മാണിക്യമാല. കന്യാകുമാരിയിൽ നിന്നും ഭൗമസൂചക പദവി ലഭിച്ച അരളിപ്പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നമായ പൂമാല? തോവാള മാണിക്യമാല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രം ചലോ ജീത്തെ ഹൈ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രം ചലോ ജീത്തെ ഹൈ. 2026 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം ഹോം ബൗണ്ട്. സംവിധാനം നീരജ് ഗെയ്വാൻ. 2026 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം ഹോം ബൗണ്ട്. സംവിധാനം നീരജ് ഗെയ്വാൻ. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെയുടെയും പങ്കാളി സാവിത്രിഭായ് ഫുലെയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രം ഫുലെ. സംവിധായകൻ അനന്ത് മഹാദേവൻ. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെയുടെയും പങ്കാളി സാവിത്രിഭായ് ഫുലെയുടെയും ജീവിതം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രം ഫുലെ. സംവിധായകൻ അനന്ത് മഹാദേവൻ. താരങ്ങളും ഛായാഗ്രാഹകനും സംഗീത സംവിധായകനും ഇല്ലാതെ പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തെ ആദ്യ സിനിമ ലവ് യു കന്നഡ സിനിമയാണ്. സംവിധായകൻ നിർമ്മാതാവ് S നരസിംഹമൂർത്തി. താരങ്ങളും ഛായാഗ്രാഹകനും സംഗീത സംവിധായകനും ഇല്ലാതെ പൂർണ്ണമായും AI
വിധിയിലൂടെ നിർമ്മിച്ച ലോകത്തെ ആദ്യ സിനിമ ലവ് യു. തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വെറ്റില കുംഭകോണം വെറ്റില. തമിഴ്നാട്ടിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച വെറ്റില കുംഭകോണം വെറ്റില. വോട്ടർ പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗം ജരാവ. വോട്ടർ പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗം ജരാവ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പുടിമടക, ആന്ധ്രാപ്രദേശ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പുടിമടക, ആന്ധ്രാപ്രദേശ്. 2025 ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ദേശീയപാതയിലുള്ള തുരങ്കം സോനാമാർഗ് തുരങ്കം, ഇസഡ് മോർത്ത് തുരങ്കം. 2025 ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ദേശീയപാതയിലുള്ള തുരങ്കം സോനാമാർഗ് തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവ് പ്രയാഗ് ജനാസു തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവ് പ്രയാഗ് ജനാസു തുരങ്കം. മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനൽ കുംഭവാണി. മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനൽ കുംഭവാണി. അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടനയായ അയാട്ടയുടെ വാർഷിക സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം ഇന്ത്യ. അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടനയായ അയാട്ടയുടെ വാർഷിക സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം ഇന്ത്യ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് 12, 2025 ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിനു സമർപ്പിച്ച ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് 12, 2025 ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിനു സമർപ്പിച്ച ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2025 ആചരിച്ചത്? 150. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2025 ആചരിച്ചത്? 150. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിൽ 10 നടന്നത്? 150. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിൽ 10 നടന്നത്? 150. 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150ാമത് വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. 2025 ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹി. 2025 ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ വേദി ഭുവനേശ്വർ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ വേദി ഭുവനേശ്വർ. 2025 പ്രവാസി ഭാരതീയ ദിവസ് പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ. 2025 പ്രവാസി ഭാരതീയ ദിവസ് പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ. കുട്ടികളുടെ ഭാവി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പെൻഷൻ പദ്ധതി NPS വാത്സല്യ. കുട്ടികളുടെ ഭാവി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പെൻഷൻ പദ്ധതി NPS വാത്സല്യ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. വിമാനം പറത്താൻ ഡിജിറ്റൽ ലൈസൻസായ ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് പൈലറ്റുമാർക്ക് ലഭ്യമാക്കുന്ന ലോകത്തെ 2ാമത്തെ രാജ്യം ഇന്ത്യ, ആദ്യ രാജ്യം ചൈന. വിമാനം പറത്താൻ ഡിജിറ്റൽ ലൈസൻസായ ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് പൈലറ്റുമാർക്ക് ലഭ്യമാക്കുന്ന ലോകത്തെ 2ാമത്തെ രാജ്യം ഇന്ത്യ, ആദ്യ രാജ്യം ചൈന. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യ. വേൾഡ് ഹാപ്പിനെസ്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 118. 2025 കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ CPPAയുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. 2025 കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ CCPAയിൽ ഇന്ത്യയുടെ സ്ഥാനം 10.
വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85, ഒന്നാമത് സിംഗപ്പൂർ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85, ഒന്നാമത് സിംഗപ്പൂർ. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. കാശ്മീരിലെ ചിനാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജമ്മു കാശ്മീർ സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതി ഡിജിറ്റൽ ട്രീ ആധാർ. കാശ്മീരിലെ ചിനാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജമ്മു കാശ്മീർ സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതി ഡിജിറ്റൽ ട്രീ ആധാർ. മഖാന ഉൽപാദനം, താമരവിത്ത്, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ. മഖാന ഉൽപാദനം, താമരവിത്ത്, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ. നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുവിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുവിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരം ബംഗളൂരു, കർണാടക. അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച നഗരം ബംഗളൂരു, കർണാടക. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക്, കർണാടക. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക്, കർണാടക. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഡയസാലായി അർത്ഥം തീപ്പെട്ടി. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഡയസലായി അർത്ഥം തീപ്പെട്ടി. ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട MF ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിന്റിംഗ് ഗ്രാം യാത്ര. ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട MF ഹുസൈൻ വരച്ച ഇന്ത്യൻ പെയിന്റിംഗ് ഗ്രാം യാത്ര. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്ര വർഷമാണ് 2025 തികഞ്ഞത്? 50 വർഷം. 1975 ജൂൺ 25. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്ര വർഷമാണ് 2025 തികഞ്ഞത്? 50 വർഷം. 1975 ജൂൺ 25. ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് 2025. ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് 2025. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാർ. 2025 ഇന്ത്യയിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2025 ഇന്ത്യയിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ആസ്ഥാനം ഡൽഹി. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന IBCA, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ആസ്ഥാനം ഡൽഹി. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ സക്കരക്കോട്ട പക്ഷിസങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, KJ പാൽക്കരി തടാകം സിക്കിം, ഉദ്വ തടാക പക്ഷിസങ്കേതം ജാർഖണ്ഡ്. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ സക്കരക്കോട്ടി പക്ഷിസങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, KJ പാൽക്കരി തടാകം സിക്കിം, ഉദ്വ തടാകം
ഉത്വ തടാക പക്ഷി സങ്കേതം ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച മദ്രാസ് IIT രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനി ത്വത്വ. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച മദ്രാസ് IIT രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനി ത്വസ്ത. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ബോട്സ്വാന. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ബോട്സ്വാന. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് റായ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് റായ്പൂർ. രാജ്യത്തുടനീളമുള്ള ആൻറ്റി റാബിസ് വാക്സിനുകളുടെ ആൻറ്റിസ്റ്റേക്ക് വനത്തിൻ്റെയും തത്സമയ ലഭ്യത ട്രാക്കു ചെയ്യാനും നിയന്ത്രിക്കാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൂവിൻ. രാജ്യത്തുടനീളമുള്ള ആൻറ്റി റാബിസ് വാക്സിനുകളുടെയും ആൻറ്റി സ്നേക്ക് വനത്തിൻ്റെയും തത്സമയ ലഭ്യത ട്രാക്കു ചെയ്യാനും നിയന്ത്രിക്കാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സുവിൻ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതി. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതി. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഇലിനോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈ. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഇലിനോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈ. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈ. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം DigiPin. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം DigiPin. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. നാവികസേനയുടെ INSV തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകൾ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന K, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരി സ്വാമി. ദൗത്യത്തിൻ്റെ പേര് നാവിക സാഗർ പരിക്രമ 2. നാവികസേനയുടെ INSV തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകൾ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന K, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരി സ്വാമി. ദൗത്യത്തിൻ്റെ പേര് നാവിക സാഗർ പരിക്രമ 2. റാംസാർ തണ്ണീർത്തടങ്ങൾ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ, ഉദയ്പൂർ. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ, ഉദയ്പൂർ. 2026 നടക്കാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2026 നടക്കാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2026 നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? 16. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? 16ാമത്തെ. ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി NVIDIA. ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി NVIDIA. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം, തൊഴിൽ സുരക്ഷ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിടുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം, തൊഴിൽ സുരക്ഷ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിടുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം ന്യൂഡൽഹി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം ന്യൂഡൽഹി. ഇന്ത്യൻ നാവികസേന 2025 ഓഗസ്റ്റ് 26 വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ INS ഉദയഗിരി, INS ഹിമഗിരി. ഇന്ത്യൻ നാവികസേന 2025 ഓഗസ്റ്റ് 26 വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ INS ഉദയഗിരി, INS ഹിമഗിരി. ഇന്ത്യൻ നാവികസേന 2025 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാൽ.
ഇന്ത്യൻ നാവികസേന 2025 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാല്. 2025 ഓഗസ്റ്റ് 2 വിശാഖപട്ടണത്ത് INS വാഗ്ഷീർ അന്തർവാഹിനിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂറത്ത്. 2025 ഓഗസ്റ്റ് 2 വിശാഖപട്ടണത്ത് INS വാഗ്ഷീർ അന്തർവാഹിനിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂറത്ത്. ഡ്രോൺ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിനു ശേഷം പൂർണ്ണമായി നിറയ്ക്കാൻ ഒരുങ്ങുന്ന രാംഗഡ് ഡാം എവിടെയാണ്? ജയ്പൂർ. ഡ്രോൺ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിനു ശേഷം പൂർണ്ണമായി നിറയ്ക്കാൻ ഒരുങ്ങുന്ന രാംഗഡ് ഡാം എവിടെയാണ്? ജയ്പൂർ. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിവേകം മുതൽ അനന്തമായ സാധ്യതകൾ വരെ. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിവേകം മുതൽ അനന്തമായ സാധ്യതകൾ വരെ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം ഗോവ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം ഗോവ. കർണാടകയിലെ കോലാർ ജില്ലയിലെ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ രക്തഗ്രൂപ്പിന്റെ പേര് ക്രിബ്. കർണാടകയിലെ കോലാർ ജില്ലയിലെ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ രക്തഗ്രൂപ്പിന്റെ പേര് ക്രിബ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പൊതുസേവനങ്ങളും ഒരൊറ്റ ഉപയോക്തൃ സൗഹൃദ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത ആപ്പ് റെയിൽ വൺ. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പൊതുസേവനങ്ങളെയും ഒരൊറ്റ ഉപയോക്തൃ സംസ്കൃത പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത ആപ്പ് റെയിൽ വൺ. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. പുതിയ ആദായ നികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1. പുതിയ ആദായ നികുതി ബില്ല് നിയമമായി വരുന്നത് 2026 ഏപ്രിൽ 1. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ. രാജ്യത്തിന്റെ അതിർത്തികളിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം റിസാറ്റ് 1B. രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം റിസാറ്റ് 1B. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ DNA-യിൽ മാറ്റം വരുത്തിയ ഇന്ത്യ വികസിപ്പിച്ച ആദ്യ തദ്ദേശീയ ജീൻ തെറാപ്പി ബിർസ 101. ബിർസ മുണ്ടയോടുള്ള ആദരസൂചകമായിട്ടാണ് ബിർസ 101 എന്ന പേരിട്ടത്. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ DNA-യിൽ മാറ്റം വരുത്തി ഇന്ത്യ വികസിപ്പിച്ച ആദ്യ തദ്ദേശീയ ജീൻ തെറാപ്പി ബിർസ 101. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേര് സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേര് സേവാ തീർത്ത്. ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ എന്നീ ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ കൂട്ടായ്മ കോർ 5 C5. ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ എന്നീ ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ കൂട്ടായ്മ കോർ 5 C5. ഇന്ത്യയിൽ വായു മലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് ഡൽഹി. ഇന്ത്യയിൽ വായു മലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് ഡൽഹി. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി PM ശ്രീ. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ PM ശ്രീ. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതെന്നാണ്? 2025 ഏപ്രിൽ 5. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതെന്നാണ്? 2025 ഏപ്രിൽ 5. 2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC,
മൊത്തം നവരത്ന കമ്പനികളുടെ എണ്ണം 26. 2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ: ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC. മൊത്തം നവരത്ന കമ്പനികളുടെ എണ്ണം എത്രയാണ്? 26. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ IAUവിൻ്റെ ഉൽക്കാപഠന നേതൃത്വ സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ IAUവിൻ്റെ ഉൽക്കാപഠന സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ അശ്വിൻ ശേഖർ. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നുവിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഉമാ കാഞ്ചിലാൽ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നുവിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഉമാ കാഞ്ചിലാൽ. ഡെങ്കിപ്പനിക്കെതിരായി ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ ക്യൂഡെങ്ക ടാക് 003. ഡെങ്കിപ്പനിക്കെതിരായി ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ ക്യൂഡെങ്ക TAK 003. 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ദ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓഫ് വിമൻ സേഫ്റ്റിയുടെ NARIയുടെ 2025 പട്ടിക പ്രകാരം രാജ്യത്ത് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കൊഹിമ, നാഗാലാൻഡ്. ദ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ ദി വിമൻ സേഫ്റ്റി NARIയുടെ 2025 പട്ടിക പ്രകാരം രാജ്യത്ത് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കൊഹിമ, നാഗാലാൻഡ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ IMFൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഉർജിത് പട്ടേൽ. അന്താരാഷ്ട്ര നാണയനിധി IMFൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഉർജിത് പട്ടേൽ. യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര. യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര. ലോകത്തിലെ ആദ്യത്തെ മുള ഉപയോഗിച്ചുള്ള രണ്ടാം തലമുറ ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? ഗോലാഘട്ട്, ആസാം. ലോകത്തിലെ ആദ്യത്തെ മുള ഉപയോഗിച്ചുള്ള രണ്ടാം തലമുറ ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? ഗോലാഘട്ട്, ആസാം. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖുജ്റ, ഉത്തർപ്രദേശ്. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖുജ്റ, ഉത്തർപ്രദേശ്. 2025 സെപ്റ്റംബർ 12 ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ബേസ് INS അരാവലി. 2025 സെപ്റ്റംബറിൽ ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ബേസ് INS അരാവലി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ കൊങ്കൺ തീരത്ത് നടത്തിയ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര് കൊങ്കൺ 25. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ കൊങ്കൺ തീരത്ത് നടത്തിയ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര് കൊങ്കൺ 25. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി മഡ് വോൾക്കാനോ അഗ്നിപർവ്വതം ബരാത്താങ് ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി മഡ് വോൾക്കാനോ അഗ്നിപർവ്വതം ബരാത്താങ് ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിൽ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈൽ അനന്ത് ശാസ്ത്ര. ഇന്ത്യയിൽ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈൽ അനന്ത് ശാസ്ത്ര. ബെയ്ജിങ്ങിലെ ഇന്ത്യൻ എംബസിയിൽ 2025 ഒക്ടോബറിൽ ഏത് ഇന്ത്യക്കാരൻ്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ. ബെയ്ജിങ്ങിലെ ഇന്ത്യൻ എംബസിയിൽ 2025 ഒക്ടോബറിൽ ഏത് ഇന്ത്യക്കാരൻ്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ. 2025 ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഇന്ത്യൻ കരനാവിക വ്യോമസേനകൾ സംയുക്തമായി ഗുജറാത്ത്, രാജസ്ഥാൻ അതിർത്തികളിൽ നടത്തിയ സൈനിക അഭ്യാസം തൃശൂൽ അഭ്യാസം. 2025 ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യൻ കരനാവിക വ്യോമസേനകൾ സംയുക്തമായി ഗുജറാത്ത്, രാജസ്ഥാൻ അതിർത്തികളിൽ നടത്തിയ സൈനിക അഭ്യാസം തൃശൂൽ അഭ്യാസം. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തായ് ഭാഷയിൽ മനോഹരമായ പൂവ് എന്നർത്ഥമുള്ള മോന്ത ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം തായ്ലൻഡ്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തായ് ഭാഷയിൽ മനോഹരമായ പൂവ് എന്നർത്ഥമുള്ള മോന്ത ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം തായ്ലൻഡ്. 2025 വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം സമുദ്രശക്തി.
2025 വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം സമുദ്രശക്തി. റഫേൽ യുദ്ധവിമാനം പറത്തുന്ന ഇന്ത്യയിലെ ഏക വനിതാ പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ ശിവാംഗി സിംഗ്. റഫേൽ യുദ്ധവിമാനം പറത്തുന്ന ഇന്ത്യയിലെ ഏക വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ്. ലോകത്തിലെ ആദ്യത്തെ രാമായണ മെഴുകു മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? അയോധ്യ. ലോകത്തിലെ ആദ്യ രാമായണ മെഴുകു മ്യൂസിയം, രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? അയോധ്യ. ബീഹാർ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിതീഷ് കുമാർ 10ാം തവണ. ബീഹാർ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിതീഷ് കുമാർ 10ാം തവണ. 2025 നവംബർ 24 അന്തരിച്ച ബോളിവുഡ് ഹിമാൻ എന്നറിയപ്പെടുന്ന ഇതിഹാസ നടൻ ധർമ്മേന്ദ്ര സിംഗ് ഡിയോള്. 2025 നവംബർ 24 അന്തരിച്ച ബോളിവുഡ് ഹിമാൻ എന്നറിയപ്പെടുന്ന ഇതിഹാസ നടൻ ധർമ്മേന്ദ്ര സിംഗ് ഡിയോള്. ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി സംവിധായിക മീര നായരുടെ മകൻ. ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി സംവിധായിക മീര നായരുടെ മകൻ. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ 2025 ജൂണിൽ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ വിമാനം ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ 2025 ജൂണിൽ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ വിമാനം ബോയിങ് 787-8 ഏറ്റവും ദൈർഘ്യമേറിയ സ്വതന്ത്ര ദിനപ്രസംഗം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 103 മിനിറ്റ്. ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യ ദിനപ്രസംഗം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 103 മിനിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് IIT ഡൽഹി ക്യാമ്പസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് IIT ഡൽഹി ക്യാമ്പസ്. ഏത് ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പാണ് അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രകാശനം ചെയ്തത്? സന്താളി. ഏതു ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പാണ് അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രകാശനം ചെയ്തത്? സന്താളി. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി റാം വി സുധർ. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി റാം വി സുധർ. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ RT ഇന്ത്യ. റഷ്യ ടുഡേ. 2025 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ RT ഇന്ത്യ. റഷ്യ ടുഡേ. രാജ്യത്തെ ആദ്യ ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ്. രാജ്യത്തെ ആദ്യ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഇഞ്ചി സംസ്ഥാനം മിസോറാം. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ ലോക്സഭ പാസാക്കിയത് 2025 ഡിസംബർ 18. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ VB റാം ബിൽ ലോക്സഭ പാസാക്കിയത് 2025 ഡിസംബർ 18. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ VB റാം ബിൽ രാജ്യസഭ പാസാക്കിയത് 2025 ഡിസംബർ 19. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VB റാം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഡിസംബർ 21. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VB റാം ലോക്സഭ പാസാക്കിയത്
2025 ഡിസംബർ 18 വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VB ജിറാംജി ബിൽ രാജ്യസഭ പാസാക്കിയത് 2025 ഡിസംബർ 19 വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VB ജിറാം ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഡിസംബർ 21. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ദീപാവലി. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ദീപാവലി. ഇന്ത്യയിൽ പ്രസവിക്കുന്ന ആദ്യ ചീറ്റ മുഖി. ഇന്ത്യയിൽ പ്രസവിക്കുന്ന ആദ്യ ചീറ്റ മുഖി. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇന്ത്യയിൽ പ്രസവിക്കുന്ന ആദ്യ ചീറ്റ മുഖി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി ഓർവക്കൽ കുന്നൂർ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി ഓർവക്കൽ. 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം ബംഗളൂരു. 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം ബംഗളൂരു. 2 വ്യത്യസ്ത യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2 വ്യത്യസ്ത യുദ്ധവിമാനങ്ങളിൽ സുഖോയി റഫാൽ വിമാനങ്ങളിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയിൽ വാട്സപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച മെസ്സഞ്ചർ ആപ്പ് അറട്ടൈ ആപ്പ്. ഇന്ത്യയിൽ വാട്സപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച മെസ്സഞ്ചർ ആപ്പ് അറട്ടൈ ആപ്പ്. 2025 ഡിസംബറിൽ പോർബന്തറിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട പൗരാണിക കാലത്തെ മാതൃകയിൽ നിർമ്മിച്ചതും മലയാളിയായ ബാബു ശങ്കറിന്റെ നേതൃത്വത്തിൽ തുന്നൽപ്പണികൾ നടത്തിയതുമായ ഇന്ത്യൻ നാവികസേന കപ്പൽ INSV കൗണ്ടിന്യ. 2025 ഡിസംബറിൽ പോർബന്തറിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട പൗരാണിക കാലത്തെ മാതൃകയിൽ നിർമ്മിച്ചതും മലയാളിയായ ബാബു ശങ്കറിന്റെ നേതൃത്വത്തിൽ തുന്നൽപ്പണികൾ നടത്തിയതുമായ ഇന്ത്യൻ നാവികസേന കപ്പൽ INSV കൗണ്ടിയ. 2025 എർത്ത് സമ്മിറ്റ് വേദി ഗാന്ധിനഗർ. 2025 എർത്ത് സമ്മിറ്റ് വേദി ഗാന്ധിനഗർ. ടൈം മാഗസിൻ്റെ 2025 CEO ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ യൂട്യൂബ് CEO. ടൈം മാഗസിൻ്റെ 2025 CEO ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ യൂട്യൂബ് CEO. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്ത 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദി ഹൈദരാബാദ് ഹൗസ് ന്യൂഡൽഹി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്ത 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദി ഹൈദരാബാദ് ഹൗസ് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ ആദ്യ യാത്ര ഡൽഹി പാറ്റ്ന. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ ആദ്യ യാത്ര ഡൽഹി മുതൽ പാറ്റ്ന വരെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധസ്മാരകം ഗാൽവൻ വാലി ലഡാക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധസ്മാരകം ഗാൽവൻ വാലി ലഡാക്ക്. 2025 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO LVM-3 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ബ്ലൂബേർഡ് 6. ഭാരം 6100 കിലോഗ്രാം. അമേരിക്കൻ ഉപഗ്രഹം. 2025 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO LVM-3 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ബ്ലൂബേർഡ് 6. ഭാരം 6100 കിലോഗ്രാം. അമേരിക്കൻ ഉപഗ്രഹം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റന്റിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റന്റായി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച 24x7 ഹെൽപ്പ് ലൈൻ നമ്പർ 14400. ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾക്കായുള്ള ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച 24x7 ഹെൽപ്പ് ലൈൻ നമ്പർ 14490. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ഗോരഖ്പൂർ ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഗോരഖ്പൂർ ഉത്തർപ്രദേശ്. മധ്യപ്രദേശിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ചീറ്റ സങ്കേതം വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. മധ്യപ്രദേശിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ചീറ്റ സങ്കേതം വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആദ്യ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ INS വാഗ് ഷീറിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആദ്യ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. SIRന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. SIRന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ്
100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീമായിട്ടുള്ള വിമാനത്താവളം നേച്ചർ തീംഡ് ടെർമിനൽ ലോകപ്രിയ ഗോപിനാഥ് ബർഡോളി വിമാനത്താവളം ഗുവാഹത്തി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീമായിട്ടുള്ള വിമാനത്താവളം നേച്ചർഡ് തീം ടെർമിനൽ ലോകപ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തി. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ 1200 കോടി വർഷം പഴക്കമുള്ള ഗാലക്സി അളകനന്ദ ഗാലക്സി. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ 1200 കോടി വർഷം പഴക്കമുള്ള ഗാലക്സി അളകനന്ദ ഗാലക്സി. ഓക്കെ, എല്ലാവരും ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്